അധികം ചേരുവകളൊന്നുമില്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഓട്സ് ദോശ തയ്യാറാക്കാം. ഓട്സ് ദോശയ്ക്കായിട്ട് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. അതല്ല, റോൾഡ് ഓട്സ് എടുത്താലും മതി. 1.5 കപ്പ് ഓട്സ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. ഈ ഓട്സ് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് കറക്കിയാൽ നല്ലതുപോലെ പൊടിച്ച് കിട്ടും. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുക. മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. ഇതൊന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കുറുകിയ രൂപത്തിലാണ്. അപ്പോൾ കുറച്ചും കൂടി ദോശയായിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലൂസാകണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ അടിച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ബൗളിലേക്ക് ഞാനത് ഒഴിച്ചു കൊടുക്കുന്നു. ഇപ്പോഴും നല്ല കുറുകിയ മാവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ ആ ജാറ് ക്ലിയർ ആയി കിട്ടും. ആ വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 കപ്പ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു കുറുകിയ പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദോശക്കല്ലിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറച്ചും കൂടി ലൂസാക്കി എടുക്കണം. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഞാൻ ടോട്ടൽ 2.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. 1.5 കപ്പ് ഓട്സ് പൊടിച്ചെടുത്ത് അതിലേക്ക് 2.5 കപ്പ് വെള്ളം. വീണ്ടും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ദോശക്കല്ല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓവർ ഹീറ്റ് ആകാതെ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുക. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാനായിട്ട് തുടങ്ങും. കട്ട പിടിച്ച് അവിടെ ഇരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ട് ദോശക്കല്ലിൻ്റെ ചൂട് ഓവർ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് പരത്തി കൊടുക്കുക. ഒരു സൈഡ് വെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. എണ്ണയോ നെയ്യോ ചേർക്കാവുന്നതാണ്. ഇത് കല്ലിൽ നിന്ന് വിട്ട് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. മറ്റു സൈഡും കൂടി നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കല്ലിൽ നിന്നും എടുക്കാവുന്നതാണ്. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ദോശ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ചട്നിയോടൊപ്പമോ സാമ്പാറിനോടൊപ്പമോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഏത് കറിയുടെ കൂടൊപ്പമോ അടിപൊളിയാണ്, നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.